ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ധാരാളം മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു 10 മിസ്റ്റേക്കുകളാണ്. നമ്മളെല്ലാവരും തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിൽ യാതൊരു തെറ്റും വരുത്താതെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ ഇന്ന് ഫോൺ എടുക്കുമ്പോൾ ഓപ്പൺ ആവുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു ഒഴുക്കിൽ നമ്മൾ പോകും. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഫോണിൽ നമ്മൾ കുറച്ച് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 10 പോയിന്റുകൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോയിന്റുകളിൽ ഏതാണ് നിങ്ങൾ കൂടുതൽ ചെയ്യുന്നത്, അതായത് ഏത് തെറ്റാണ് നിങ്ങൾ കൂടുതൽ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒന്നാമത്തെ, റീസ്റ്റാർട്ട്. അതായത് നമ്മൾ ഫോൺ ധാരാളമായി യൂസ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു പണി ചെയ്ത് നമുക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വിശ്രമം എടുക്കും. അതേപോലെ തന്നെ ഫോൺ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഫോണിന് കുറച്ച് നേരം വിശ്രമം കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഫോൺ ഇടയ്ക്ക് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ആ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഫോൺ റീഫ്രഷ് ആവുകയാണ്. അപ്പോൾ അതിലൂടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഡാറ്റ ഒരു അല്പ സമയത്തേക്കെങ്കിലും നിർത്തി വെച്ചിട്ട് ആ ഫോൺ കുറച്ച് നേരമെങ്കിലും റെസ്റ്റ് ആവും. പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ വീണ്ടും ന്യൂവിൽ ആ ഫോണ് വർക്ക് ചെയ്യാനുള്ള എനർജി കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഫോൺ ദിവസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ, അതായത് എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് റേഞ്ച് കിട്ടാൻ വേണ്ടി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ കുറച്ച് മുതിർന്നവർ അവർ ഈ റേഞ്ചിന് വേണ്ടി റീസ്റ്റാർട്ട് ചെയ്യുക, വേറെ ഒന്നും ചെയ്യില്ല, ജസ്റ്റ് കിട്ടണവരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൂടുതലായിട്ട് ഓവർലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോണിൻ്റെ ആ ഓവർലോഡ് കുറയ്ക്കാനും പിന്നെ കുറച്ച് ഫോണിൻ്റെ സ്പീഡ് മെച്ചപ്പെടുത്താനും നമുക്ക്. അത് രണ്ടാമതായിട്ട് ആൻറ്റിവൈറസ്. അതായത് നമ്മളൊരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഫോണിൽ വൈറസോ ഒന്ന് ഇൻഫെക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ഏതെങ്കിലും ആൻറ്റിവൈറസ്, ഫ്രീ ആൻറ്റിവൈറസോ അല്ലെങ്കിൽ പെയ്ഡ് ആൻറ്റിവൈറസോ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ ആൻറ്റിവൈറസ് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളുടെ ഫോൺ ഓൾറെഡി തന്നെ സെക്യൂർ ആയിട്ടാണ്, ഇൻബിൽഡ് ആയിട്ട് സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ടാകും. പിന്നെ നമ്മൾ ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ അൺനോൺ സോഴ്സിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യാതെ നമ്മുടെ ഫോണിലേക്ക് ഒരു വൈറസ് കയറി ഇൻഫെക്റ്റ് ചെയ്യില്ല. പിന്നെ നമ്മൾക്ക് ഈ ആൻറ്റിവൈറസിലൂടെ സ്പീഡ് കൂടാ എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥമായി നടക്കുന്നത് ഈ ആൻറ്റിവൈറസ് ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോണിൻ്റെ സ്പീഡും അതേപോലെ തന്നെ ലോഡ് ചെയ്യാനുള്ള ടൈമൊക്കെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരമാവധി എല്ലാവരും തന്നെ ആൻറ്റിവൈറസ് യൂസ്. മൂന്നാമതായിട്ട് ജങ്ക് ഫയൽസ്. അതായത് നമ്മൾ ഓരോ മീഡിയാസ് ഡിലീറ്റ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യുമ്പോഴും നമ്മളുടെ ഫോണിൽ ജങ്ക് ഫയൽസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ജങ്ക് ഫയൽസ് ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കളയണം. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോണിൻ്റെ ഫങ്ഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുകയും സ്പീഡ് കുറച്ചും കൂടി കൂടുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് കൂടുന്നു. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോറേജ് കുറച്ചും കൂടി കുറയുന്നു. അപ്പോൾ ഈ ജങ്ക് ഫയൽസ് നമ്മൾ ഇടയ്ക്ക് ഒരു ദിവസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ ക്ലീൻ ചെയ്തിടുന്നത് നല്ലതാണ്. ഇതിപ്പോൾ നിങ്ങളൊരു ഷവോമിയുടെ ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഫയൽ മാനേജർ വഴി നിങ്ങൾക്ക് ആ ജങ്ക് ഫയൽസ് ക്ലീൻ ചെയ്യാം. അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ തന്നെ ഫയൽസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ തന്നെ ജങ്ക് ഫയൽസ് ക്ലീൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നൽകുന്നുണ്ട്. നാലാമതായിട്ട്, നമ്മളെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നവരാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയാസിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരിക്കുന്നവരാണ്. ആ സോഷ്യൽ മീഡിയാസിൽ നമുക്ക് ധാരാളം അക്കൗണ്ടുകളും ഉണ്ടായിരിക്കും. നമ്മുടെ ഈ അക്കൗണ്ടുകളിൽ നമ്മൾ നിശ്ചിതമായിട്ടുള്ളൊരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഹൈ പാസ്വേഡ് എന്നിട്ടായാലും നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ പാസ്വേഡ് നമ്മുടെ സോഷ്യൽ മീഡിയാസ് അക്കൗണ്ടുകളിൽ നമ്മൾ ബിൽഡ് ചെയ്തതാണ്. ആ പാസ്വേഡ് ഇടയ്ക്ക് ചേഞ്ച് ചെയ്യണം. അത് കാരണം നമുക്ക് സ്ഥിരമായി കേൾക്കുന്ന ന്യൂസുകളാണ് ഒരു അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്തു എന്നൊക്കെ. അപ്പോൾ ഈ ഹാക്കിങ്ങിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമ്മൾ ഇടയ്ക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണ്. അതായത് ആഴ്ചയിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെന്നൊന്നല്ല, ജസ്റ്റ് ഒരു 3 മാസമോ ഒരു 6 മാസമോ കൂടുമ്പോൾ ഒക്കെ നമ്മളെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അഞ്ചാമതായത് ബാക്കപ്പ്. അതായത് നമ്മളുടെ ഫോണിൽ ധാരാളം ഫയൽസുകൾ ഉണ്ടാകും. മീഡിയാസ്, മ്യൂസിക്, അങ്ങനെ തുടങ്ങിയ ധാരാളം PDF അങ്ങനെ ധാരാളം ഫയൽസുകൾ ഉണ്ടാകും.
ഒരു പക്ഷേ നമ്മളുടെ ഫോൺ ഒരു ദിവസം താഴെ വീണ് പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ ഫോൺ ഓൺ ആക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെ സാഹചര്യങ്ങൾ വന്നാൽ നമ്മളുടെ ഈ ഫോണിലുള്ള ഫയൽസ് എല്ലാം ഡിലീറ്റ് ആയി പോകും. അല്ലെങ്കിൽ നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കാതെ വന്നാൽ അതെല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടാണ്ടിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ഫോണിലുള്ള എല്ലാ ഫയൽസും നമ്മളുടെ ഗൂഗിൾ ഡ്രൈവിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലേക്കോ അല്ലെങ്കിൽ ഗൂഗിൾ വൺ തുടങ്ങിയ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്തിടുന്നത് തുടങ്ങിയ സംഭവങ്ങളിലേക്ക് ബാക്കപ്പ് ചെയ്തിടണം. അത് നമ്മളിപ്പോൾ അറിയാതെ നമ്മളുടെ ഫോൺ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയോ ഉപയോഗിക്കാൻ പറ്റാതിരിക്കുകയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്കപ്പ് ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഫോണിൽ ലോഗിൻ ചെയ്തിട്ട് നമ്മൾക്ക് ആ ബാക്കപ്പ് തിരിച്ചെടുക്കാവുന്നതാണ്. നമ്മളുടെ ഫയൽസൊക്കെ നഷ്ടപ്പെടുകയില്ല. ആറാമതായിട്ട് നമ്മളുടെ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ഒറിജിനൽ ചാർജർ വെച്ച് ചാർജ് ചെയ്യുക. അതായത് നമ്മളുടെ ഫോൺ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഒരു ശീലമാണ്, നമ്മളിപ്പോൾ എവിടേക്കും പോയി നമ്മളുടെ ചാർജർ ഇല്ല, നമ്മളുടെ ഫോണിന് കണക്റ്റ് ആവുന്ന പിന്നുള്ള ചാർജർ വേറെ എവിടെയെങ്കിലും നിന്ന് കിട്ടി കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് ചാർജ് ചെയ്യുക. ആ ശീലം അത്ര നല്ലതല്ല. നമ്മളിപ്പോൾ നമ്മളുടെ ഒറിജിനൽ ചാർജർ തന്നെ പരമാവധി യൂസ് ചെയ്യുക. ഇപ്പോൾ അബദ്ധവശാൽ നമുക്ക് നമ്മളുടെ ചാർജർ എടുക്കാൻ മറക്കുക അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കമ്പനിയുടെ നമുക്ക് ചാർജർ യൂസ് ചെയ്യാം. പക്ഷേ നമ്മളുടെ ഫോണിന് സപ്പോർട്ടാകുന്ന ആ വാട്ടിലുള്ള ചാർജർ, അതായത് നമ്മുടെ ഫോണിന് സപ്പോർട്ടാകുന്ന നമ്മുടെ ഒറിജിനൽ ചാർജറിൻ്റെ അതേ വാട്ടിലുള്ള ചാർജർ തന്നെ യൂസ് ചെയ്യുക. അല്ലാതെ തേർഡ് പാർട്ടി ചാർജറുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ പൊട്ടിത്തെറിക്കാനും അതേപോലെ തന്നെ ഫോണിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകാനും ഹീറ്റ് ആവാനും അങ്ങനെ ധാരാളം പ്രോബ്ലംസ് നമ്മുടെ ഫോണിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും യൂസ് ചെയ്യുക. അതിപ്പോൾ ഒരു സാഹചര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിന് അനുയോജ്യമായ വാട്ടിലുള്ള ചാർജർ യൂസ് ചെയ്യാം. അപ്പോൾ ഏഴാമതായിട്ട് നമ്മളുടെ ഫോൺ ചാർജിങ്ങിനെ സംബന്ധിച്ചാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ശീലമാണ് നമ്മളുടെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് ജസ്റ്റ് ആ ജനലയുടെ സൈഡിലുള്ള പ്ലഗിൽ ചാർജ് ചെയ്യാൻ വയ്ക്കും, എന്നിട്ട് ജനലയുടെ സൈഡിൽ ഫോൺ വയ്ക്കും. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മളുടെ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ഓൾറെഡി ആ ഫോണൊന്ന് ഹീറ്റ് ആകുന്നുണ്ടാകും. അപ്പോൾ അതിൻ്റെ കൂടെ വെയിലും കൂടി ആ ഫോണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ കുറച്ചും കൂടി ഹീറ്റായി അത് നമ്മളുടെ ഫോണിലുള്ള കമ്പോണൻസിനെയും അതേപോലെ തന്നെ ഫോണിൻ്റെ ബാറ്ററിയെയും അത് ബാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഫോണിൻ്റെ ബാറ്ററി കുറച്ചും കൂടി ഹീറ്റായി കഴിയുമ്പോൾ അതിൻ്റെ ലൈഫ് കുറയും. അതേപോലെ തന്നെ ചാർജ് നിൽക്കാണ്ടുള്ള അവസ്ഥ ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ നോർമൽ ടെമ്പറേച്ചറിൽ ചാർജ് ചെയ്യുക. എക്സ്ട്രീം ഹീറ്റിലും അതേപോലെ തന്നെ ഡൗൺ ആയിട്ടുള്ള ഹീറ്റിലും ചാർജ് ചെയ്യാണ്ടിരിക്കുക. അതായത് തണുത്ത് ഇരിക്കുമ്പോഴും നന്നായി ചൂടായിട്ടിരിക്കുമ്പോഴും ഫോൺ ചാർജ് ചെയ്യാണ്ടിരിക്കുക. ഒരു നോർമൽ ടെമ്പറേച്ചറിൽ ചാർജ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഏതെങ്കിലും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അടുത്ത് ചാർജ് ചെയ്യാണ്ടിരിക്കുക. അതായത് ഫ്രിഡ്ജിൻ്റെ മുകളിൽ ചാർജ് ചെയ്യാൻ വയ്ക്കുക. അതേപോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മുകളിൽ ചാർജ് ചെയ്യാൻ വയ്ക്കരുത്. കാരണം ഓൾറെഡി ആ ഇലക്ട്രോണിക് ഉപകരണം വർക്ക് ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മളുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുമ്പോഴുള്ള ഹീറ്റ് തുടങ്ങിയ ഹീറ്റ് ഒക്കെ കൂടുമ്പോൾ നമ്മളുടെ ഫോണിൻ്റെ ബാറ്ററിക്ക് അത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ എപ്പോഴും സേഫായിട്ട് ഒരു നോർമൽ ടെമ്പറേച്ചറിൽ ഫോൺ ഇരിക്കുമ്പോൾ ചാർജ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ഫോണിൻ്റെ കവർ ഇപ്പോൾ കുറച്ച് ഹീറ്റ് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ ചാർജ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ഫോൺ കേസ് ഒന്ന് ഊരി കളഞ്ഞിട്ട് ചാർജ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി ഹീറ്റ് പുറത്തേക്ക് പോകും. പിന്നെ ഹീറ്റ് കൂടുതലുള്ള സ്ഥലത്തല്ല, എപ്പോഴായാലും ചാർജ് ചെയ്യുമ്പോൾ ഫോൺ കേസ് ഊരി ചാർജ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ചാർജ് ചെയ്യുമ്പോഴുള്ള ഹീറ്റ് ഈ ഫോൺ കേസ് ഇടുന്നതിലൂടെ ആ ഫോണിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്യലാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ചാർജ് ചെയ്യുമ്പോൾ ഫോൺ കേസ് ഊരിയിട്ട് ചാർജ് ചെയ്യുക. അപ്പോൾ എട്ടാമതായിട്ട് ഫൈൻഡ് മൈ ഡിവൈസ്, അതായത് നമ്മളുടെ ഗൂഗിളിൽ ഒരു ഓപ്ഷൻ നൽകുന്നതാണ് ഫൈൻഡ് മൈ ഡിവൈസ്. അതായത് നമ്മളുടെ ഫോൺ ഇപ്പോൾ മിസ്സായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലോ, ഇപ്പോൾ നമ്മളുടെ ഫോണിൽ നമ്മളുടെ വീട്ടിൽ തന്നെ എവിടെ വെച്ച് മറന്നുപോയി, അപ്പോൾ നമുക്ക് ഈ ഫൈൻഡ് മൈ ഡിവൈസ് നിങ്ങളുടെ ഫോണിൽ എനേബിൾ ആണെങ്കിൽ നമുക്ക് ആ ഫൈൻഡ് മൈ ഡിവൈസ് ഉപയോഗിച്ച് നമ്മളുടെ ഫോണിനെ റിങ് ചെയ്യിപ്പിക്കാനും അതേപോലെ തന്നെ ഫോണിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലോ മിസ്സായി കഴിഞ്ഞാലോ ഇപ്പോൾ നമ്മളുടെ ഫോണിൽ ഫൈൻഡ് മൈ ഡിവൈസ് എനേബിൾ ആണെങ്കിൽ നമുക്ക് ആ മിസ്സായ ഫോൺ അവസാനമായിട്ട് ഓപ്പൺ ആയ സ്ഥലം, അതായത് ഫോൺ അവസാനമായിട്ട് ഓൺ ചെയ്ത സ്ഥലം, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ആ ഫോൺ ഓൺ ആണെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് നമ്മളുടെ ഫോൺ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഫൈൻഡ് മൈ ഡിവൈസിനെ കുറിച്ച് ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ തീർച്ചയായും കണ്ടുനോക്കിക്കോളൂ. അപ്പോൾ ഈ ഫൈൻഡ് മൈ ഡിവൈസ് നിങ്ങളുടെ ഫോണിൽ തീർച്ചയായും എനേബിൾ ചെയ്തിടുക. ഒമ്പതാമതായിട്ട് കേസ് കവർ യൂസ് ചെയ്യുക.
അതായത് നമ്മളിപ്പോൾ ഒരു പുതിയ ഫോൺ വാങ്ങുകയാണെങ്കിൽ ആ ഫോണിൻ്റെ ലുക്കും നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഫോണിൻ്റെ ഫങ്ഷൻസിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ആ ഫോണിൻ്റെ അട്രാക്റ്റീവ് ലുക്ക്. അപ്പോൾ ഈ ഫോൺ വാങ്ങി കഴിഞ്ഞിട്ട് ആ ഫോണിന് നമുക്ക് ആ ലുക്ക് കിട്ടണമെങ്കിൽ, അതായത് ആ ഫോണിന് ഒരു അട്രാക്റ്റീവ് ലുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് കേസ് കവർ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ ആ ലുക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ പരമാവധി ചെയ്യാറ് കേസ് കവർ യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ ഹാഫ്ഡ് കേസ് കവർ, അതായത് ഫുള്ളി കവേർഡ് അല്ലാതെ കേസ് കവറുകൾ യൂസ് ചെയ്യും. പക്ഷെ ഇത് തികച്ചും ഒരു തെറ്റാണ്. കാരണം നമ്മളുടെ ഫോൺ ഇപ്പോൾ അറിയാണ്ട് താഴെ വീഴുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുക്കണ വശം എവിടെയെങ്കിലും കൊള്ളുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൻ്റെ സ്ക്രീൻ പൊട്ടാനും അല്ലെങ്കിൽ ബാക്കിൽ സ്ക്രാച്ചുകൾ വീഴാനും ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വാങ്ങിയ ഫോൺ നിങ്ങളുടെ ബാക്ക് കവർ ഗ്ലാസ് ആണെങ്കിൽ ജസ്റ്റ് ഒറ്റ വീഴ്ചയിൽ തന്നെ പൊട്ടിപ്പോവുക സാധനം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ കേസ് കവർ ഉണ്ടെങ്കിൽ അത് വലിയൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും. പിന്നെ കേസ് കവർ യൂസ് ചെയ്യുമ്പോൾ ഫുള്ളി കവേർഡായ കേസ് കവർ യൂസ് ചെയ്യുക. ഫോണിൻ്റെ സ്റ്റൈലൊന്നും നോക്കിയിട്ട് കാര്യമില്ല. സ്റ്റൈൽ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ വാങ്ങിയ ഫോണിൻ്റെ പൈസ കാട്ടിക്കളയാനേ കാര്യം ഉണ്ടാവുള്ളൂ. കാരണം ജസ്റ്റ് ഒറ്റ താഴെ വീട്ടിൽ മതി ആ സ്ക്രീനും എല്ലാം പൊട്ടിപ്പോവാൻ. അപ്പോൾ എന്നിട്ടായാലും കേസ് കവർ യൂസ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 10ാമത്തെ ഫോൺ ലോക്കിങ്. അതായത് നമ്മളിപ്പോൾ നമ്മളുടെ ഫോൺ നമ്മൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത് എന്ന് കരുതി വേറെ ആരും യൂസ് ചെയ്യണില്ല, അതുകൊണ്ട് എനിക്ക് ലോക്ക് ഇടേണ്ട ആവശ്യമില്ല. അഥവാ ഈ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫിംഗർ വയ്ക്കണം അല്ലെങ്കിൽ പാറ്റേൺ വരയ്ക്കണം, പണിയാന്ന് വിചാരിച്ച് ഫോൺ ലോക്ക് ചെയ്യാത്തവരുണ്ടാകും. അത് ശരിക്കും ചെയ്യാൻ പാടില്ല. കാരണം നമ്മളുടെ ഒരു പ്രൈവസിയാണ് ഫോൺ. ആ ഫോൺ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയാലും വേറെ ആർക്കും അത് എടുക്കാൻ പാടില്ല. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹൈ പാസ്വേഡ് ഇടുന്നത് നല്ലതാണ്. അതായത് തീർച്ചയായും നിങ്ങളുടെ ഫോണിന് ഒരു പാസ്വേഡ് ഉണ്ടായിരിക്കണം. ഞാൻ പ്രിഫർ ചെയ്യുക ആപ്പ് ലോക്കും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ലോക്ക് ഇട്ട് വയ്ക്കാനാണ്. കാരണം നമ്മളുടെ ഫോണിലെ ഡാറ്റാസ് മറ്റാർക്കും പരമാവധി കിട്ടാണ്ടിരിക്കാനുള്ള വഴിയാണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത്. അപ്പോൾ ഫോൺ ആരെങ്കിലും ലോക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഫോൺ എന്തിട്ടായാലും ലോക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ വിപരീതമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അതായത് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞത് തെറ്റുകളാണെങ്കിലും ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്, ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യാതിരിക്കുകയോ ഏതെങ്കിലും ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഇപ്പോൾ തന്നെ നിങ്ങളത് കറക്റ്റ് ചെയ്യണം. കാരണം നമ്മളുടെ ഫോൺ എന്ന് പറയുന്നത് നമ്മളുടെ പ്രൈവസിയാണ്. അപ്പോൾ അതിലേക്ക് പരമാവധി ആളെ കഴിക്കാണ്ടിരിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് പോലെയാണ്. അപ്പോൾ ആ ഫോണിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഫോണിന് ഡാമേജ് വരുത്തുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാനും പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് അറിവിലേക്ക് വെച്ചിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ ഇറ്റ്സ് മീ സോമൻ സജൻ സൈനിങ് ഓഫ്.